പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ഡൈജഷൻ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ ഒരു ഗട്ടിൻ്റെ ഒരു ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. വളർന്നു വരുന്ന കുട്ടികളാണ്. അത് പ്രോപ്പറായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പേടി വരുന്ന കാര്യമാണ് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് കയറുന്ന കുട്ടികളുണ്ട്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ പേടിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇതിലുണ്ടാവുന്നില്ല കേട്ടോ. ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നില്ല. അതായത് നമ്മളുടെ ഗട്ടിൻ്റെ ആ ഒരു ഫങ്ഷൻ, പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ നല്ല രീതിയിൽ നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ദഹനം പെട്ടെന്ന് തന്നെ നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉള്ളതുകൊണ്ട്, വൈറ്റമിൻ ഡി ഈ നട്ട്സിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ ശരീരത്തിൽ നടക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഫാറ്റാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള കൊളസ്ട്രോളിന് മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ കേട്ടോ. അതായത് ബാഡ് കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ശരീരത്തിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഫുഡ് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസിൻ്റെ ഒരു കലവറയാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാം ആരോഗ്യമായിട്ടുള്ള ഒരു ശരീരത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണിത്. അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ ഇതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെലിനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇതൊക്കെ തന്നെ അവരുടെ നല്ല കോശങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ മൂലം ശരീരത്തിന് വന്നിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് കുറച്ച് നിർത്താനും ഒക്കെ തന്നെ ഈ ഒരു നട്ട്സുകളൊക്കെ തന്നെ വളരെയധികം സഹായിക്കും. അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് പറയുന്നത്. അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ഇമ്പാക്റ്റ്, ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ അലർജിക് റിയാക്ഷനൊക്കെ കൂടുതലായിരിക്കും. പെട്ടെന്ന് വരുന്ന പനി, അതുപോലെ തന്നെ ജലദോഷം ഇതൊക്കെ കൂടുതലായിരിക്കും അല്ലേ. ആ ഒരു തന്നെ അവർക്ക് തന്നെയായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമ്പോൾ അതിനായിട്ട് അവരുടെ ശരീരത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവറൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു പനി, ജലദോഷം ഇതൊക്കെ കുറച്ച് നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡ് വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്ക് ഒരു നേരം എന്ന രീതിയിൽ നമുക്ക് കുറുക്ക് എന്ന രീതിയിൽ ആദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സെമി സോളിഡ് എന്ന രീതിയിൽ ആദ്യം നിങ്ങൾ കൊടുക്കുക. ഹെൽത്ത് മിക്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാലിൽ ഇത് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ നമുക്കിത് കുറുക്കിയെടുക്കാം. മധുരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൽക്കണ്ടം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുക. കൽക്കണ്ടമാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അവരുടെ കോൺസ്റ്റിപ്പേഷൻ അതായത് വയറിൽ വരുത്താൻ പാടില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, പിന്നെ അസിഡിറ്റി പ്രശ്നം ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഹെൽത്ത് മിക്സിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇതിനെ മാറ്റി നിർത്താനായിട്ട് സഹായിക്കും കേട്ടോ. ഈ സെലിനിയം, സിങ്ക്, മെഗ്നീഷ്യം ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂകളിലും അതുപോലെ തന്നെ മസിൽസിലും ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ഓരോ കോശങ്ങളിലോട്ടും ആഗിരണം ചെയ്യാനായിട്ട്, പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന, കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ആഹാരം അവരുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് പിടിക്കാനായിട്ട് അല്ലേ, നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ
രീതിയിൽ അബ്സോർവ് ചെയ്യാൻ ഓരോ കോശങ്ങളിലോട്ടും വേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ് ശരിയായ രീതിയിൽ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വളർച്ച നല്ല രീതിയിൽ നടക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രോട്ടീൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ മസിൽ ബിൽഡപ്പിനും ശരിയായ രീതിയിൽ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ ശരിയായ രീതിയിൽ സമയങ്ങളിൽ നടക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്. ശരിക്കും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുമുള്ളതായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കുട്ടികൾക്ക് സ്ഥിരമായ രീതിയിൽ ഒരു നേരം എന്ന രീതിയിൽ അവർക്ക് ഫുഡ് എന്ന രീതിയിൽ കൊടുക്കുക. ഇത് സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നേരം എന്ന രീതിയിൽ കൊടുക്കാം. കുറച്ച് മുതിർന്നു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലിയോ ദോശയോ എന്ന രീതിയിൽ നമുക്ക് പലഹാരം എന്ന രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഹെൽത്ത് മിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതായത് യാതൊരു മായവും ചേർക്കാത്ത നല്ല ഹെൽത്ത് മിക്സ് നിങ്ങൾക്ക് പല ബ്രാൻഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതല്ലാതെ തന്നെ നല്ല ഒരു മായവും ചേർക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് അല്ലേ. നമുക്കിത് ഉണക്കി നമുക്ക് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നട്ട്സുകളും അരിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് നല്ല രീതിയിൽ കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ അതായത് നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഇതിൽ ചേർക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു നനവ് ഇതിലോട്ട് വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കാലത്തോളം നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള അളവ് വേണം. ഇപ്പോൾ അത് പയറല്ലേ പരിപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നട്ട്സുകളല്ലേ ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് എന്ന് വിചാരിച്ചിട്ട് ഇത് നമുക്ക് വാരിയെടുക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു മിതമായിട്ടുള്ള ഒരു അളവുണ്ട്. എല്ലാതും എടുക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു അളവുണ്ട്. ആ അളവിനനുസരിച്ചിട്ട് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതായത് ഇതിൽ ഒരുപാട് കലോറി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ വേണ്ടതായിട്ടുള്ള കലോറിനേക്കാളും കൂടുതലായിട്ട് കലോറി നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയധികം കലോറി നമ്മുടെ ശരീരത്തിന് വേണ്ട. അപ്പോൾ ശരീരം അതിൻ്റേതായിട്ടുള്ള വേറെ പാർശ്വഫലങ്ങളാണ്, പിന്നെ സൈഡ് എഫക്ട്സ് എന്ന രീതിയിലാണ് പിന്നെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഊർജ്ജത്തിൻ്റെ അളവ് അമിതമാവാനും പാടില്ല. മിതമായ രീതിയിൽ ശരിയായ രീതിയിൽ പോകണമെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഇത് 1 സ്പൂൺ 2 സ്പൂൺ എന്ന രീതിയിൽ കൊടുക്കുക. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ രീതിയിൽ ഒന്ന് അളവ് കൂട്ടി കൊടുക്കാം. നമ്മൾ സാധാരണ പറയുക ഒരു കൈപ്പിടുത്തം എന്ന രീതിയിലാണ്. ഒരു കുട്ടിയുടെ അളവെന്ന് പറയുന്നത് ആ കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതി, അതാണ് അവരുടെ ശരീരത്തിൻ്റെ ഒരു അളവെന്ന് പറയാം. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ കുറുക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അമിതമായ രീതിയിൽ പാടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വരും. അത് എല്ലാവരും ഓർമ്മ വെച്ചിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭക്ഷണം ഹെൽത്ത് മിക്സ് നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നാലെ തന്നെ നമ്മൾ വേറെ ചോറോ വേറെ പലഹാരങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നേരം എന്ന രീതിയിലുള്ള ഭക്ഷണം എന്ന രീതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. അമിതമായിട്ടുള്ള രീതിയിൽ വേറെ ഭക്ഷണങ്ങളൊന്നും ആഡ് ചെയ്തിട്ട് അവരുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ലോഡ് കൊടുക്കരുത്. ദഹനത്തിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പൊടിക്കാൻ സൗകര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇതിനൊന്നും സൗകര്യമില്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബ്രാൻഡ് പറഞ്ഞു തരാം. നമ്മളെ വീട്ടിലെ അമ്മമാർ എങ്ങനെയാണോ പൊടിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇത് ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയാണ്, അമ്മമാരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതാണ്. YWIW എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രൊഡക്റ്റ് കീഴിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് വുമൺ ടു ഫ്ലൈ എന്ന ബ്രാൻഡിൽ ചെയ്യുന്നതുമായിട്ടുള്ള ഹെൽത്ത് മിക്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ അവരുമായിട്ട് ഒരു സ്ക്രീനിൽ അതിന് നമ്പർ കൊടുക്കാം. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. ഓൾ ഇന്ത്യ ബേസിൽ ഹോം ഡെലിവറി ഉണ്ട് ഈ കമ്പനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ള ഹെൽത്ത് മിക്സ് അവരുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്.
അപ്പോൾ ഇതിന് സൗകര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ നല്ല ഒരു മായം ചേർക്കാത്തതുമായിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുന്നവർ വെറുതെ ആലോചിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഈ വുമൺ ടു ഫ്ലൈൻ്റെ ഹെൽത്ത് മിക്സ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു മായം ചേർക്കാത്ത നല്ല ഫുഡായിട്ടുള്ള, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന, ഒരു നേരം കൊടുക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഫുഡ് തന്നെയാണ് ഹെൽത്ത് മിക്സ്. അപ്പോൾ ഇതിൽ നവരരി, ചാമരി, അതുപോലെ തന്നെ ചോളം, ബാർലി, പിന്നെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പൊട്ടുകടല, പരിപ്പ്, ഇങ്ങനെ ഒരുപാട്, അതുപോലെ നട്ട്സിൽ ബദാം, പിസ്ത, കാഷ്യൂ, വാൾനട്ട്, ഇതെല്ലാം കൂടി തന്നെ ചേർത്തുണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മേടിക്കാവുന്നതാണ്. എല്ലാവർക്കും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.